हो जन्म जन्म की खोज बताए, राम से चल के राम पे आए। प्रेम कोई हमें और न जाने, राम से रूठे राम से माने। राम सिया की करुण कहानी, एक है चंदन एक है पानी। राम सिया राम जय जय राम। 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 तेरे नाम तुम ताना तेरे नाम आदि का तेरे नाम, तेरे नाम आदि का तेरे नाम, तेरे नाम आदि का तुम ताना तेरे नाम, आदि का तुम ताना तेरे नाम, आदि का तुम ताना तेरे नाम, आदि का होरानी का तेरे नाम। हरि अनंत हरि कथा अनंता, कहि सुनहि बहु विधि सब संता। राम रतन धन जो कोई पाए, जीवन भर रामायण गाए। मंगल भवन अमंगल हारी, द्रवहु सुदशरथ अजर बिहारी। राम सिया राम जय जय राम। 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 फल पाता। ओम जय गंगे माता। जय गंगे माता, श्री जय गंगे माता।
हारे, सब जग को ज्ञाता, मैया सब जग को ज्ञाता, कृपा दृष्टि तुम्हारी, कृपा दृष्टि तुम्हारी, त्रिभुवन सुखदाता। ओम जय गंगे माता। एक ही बार जो तेरी शरणागति आता, मैया शरणागति आता, यम की त्रास मिटाकर, यम की त्रास मिटाकर परम गति पाता। ओम जय गंगे माता। आरती मात तुम्हारी, जो जन नित गाता, मैया जो जग नित गाता, दास वही सहज में, दास वही सहज में मुक्ति को पाता। ओम जय गंगे माता। ओम जय गंगे माता, श्री जय गंगे माता, जो नर तुझको ध्याता, जो नर तुझको ध्याता, मन वांछित फल पाता। ओम जय गंगे माता। जय गंगे माता। ജനങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നു അവരുടെ നേതാക്കളെയും. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇതിൽ നിന്ന് വിഭിന്നമല്ല. ചരിത്രത്തിൽ എഴുതപ്പെടാതെ പോയ നിരവധി ആൾക്കാരുടെ ജീവത്യാഗത്തിൻ്റെയും കൂടെ പ്രതിഫലമാണ് സ്വാതന്ത്ര്യം. എല്ലാത്തരം ചൂഷണങ്ങൾക്കും ഭിന്നതകൾക്കും അതീതമായി ദേശീയ ബോധത്തിൽ
ഉയർന്നു നിന്നുകൊണ്ട് നമുക്കൊന്നായി ഏറ്റു വിളിക്കാം. നമസ്കാരം. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ ദിനമായ ഓഗസ്റ്റ് 15-ന് പാഞ്ചജന്യം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ 2025-ൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രത്യേക സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ വേളയിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും സുഗന്ധം പകർന്നുകൊണ്ട് കലാ, സംഗീതം, ഭക്തി, ആശംസകൾ എല്ലാം ഒരുമിച്ച് ചേരുന്ന മനോഹര സന്ധ്യയാണ് നമ്മെ കാത്തിരിക്കുന്നത്. പരിപാടിക്ക് അവതരണം നൽകുന്നത് ഞാൻ, ഡോക്ടർ ബ്രീസ് പാട്ടീൽ. പരിപാടിയുടെ തുടക്കം ദൈവാനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ. കേരളത്തിൽ നിന്ന് മാസ്റ്റർ നീരവ് ശ്യാമിനെ നമുക്ക് പ്രാർത്ഥനാ ഗാനത്തോടെ പരിപാടി ആരംഭിക്കാൻ സസ്നേഹം വിളിക്കാം. ധ്യായേതജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാ മുഖകമലമിളല്ലോചനം നീരതാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. താങ്ക് യു മാസ്റ്റർ നീരവ്. ഇന്നത്തെ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ TP ശശികുമാർ സാറിനെ ഞാൻ വിനീതമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയ സഹോദരി സഹോദരന്മാരെ. ആദ്യം പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടക്കുന്ന ഇന്നത്തെ ചടങ്ങിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. രാമായണം നമ്മുടെ സംസ്കാരത്തിൻ്റെ, മൂല്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ അമൂല്യമായ ഗ്രന്ഥമാണ്. രാമന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ, കടമ നിർവഹിക്കാൻ, ധർമ്മത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെയൊക്കെ ധർമ്മത്തെ സംരക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രാമായണ ആഘോഷം വെറും കലാപരിപാടികളല്ല, മറിച്ച് ജീവിതത്തിന്റെ ദീപശിഖ തെളിയിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ഭാരതം, സ്വതന്ത്ര ഇന്ത്യ 1947 നേടിയ സ്വാതന്ത്ര്യം വെറും രാഷ്ട്രീയ മോചനമല്ല, അത് മാത്രമല്ല, അത് ഉത്തരവാദിത്വത്തിന്റെ, ഐക്യത്തിന്റെ, സമർപ്പണത്തിന്റെ അടയാളമായി നാം ഓരോരുത്തരും കാണാൻ നമ്മൾ സ്വയം എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ, സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നേടാൻ വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ മാനിച്ച് നാം നല്ല പൗരന്മാരായി ജീവിക്കും എന്നതിന്റെ പ്രതിജ്ഞ എടുക്കാനും കൂടിയാണ്. രാമായണത്തിൽ ശ്രീരാമന്റെ ഒരു രാജാവായിരുന്ന ഒരു മഹാന്റെ, അദ്ദേഹത്തിന്റെ മഹത്വം, ഒരു ഭഗവാന്റെ മഹത്വം രാജാധികാരത്തിൽ മാത്രമല്ല, ജനസേവനത്തിലൂടെ, സത്യനിഷ്ഠയിലൂടെ, അതുപോലെ ആ പഠനം നമ്മുടെ നായകന്മാർക്ക്, നമ്മുടെ രാജ്യഭരണാധികാരികൾക്ക്, സ്വാതന്ത്ര്യ സമരം നേടിയെടുത്ത, ഇന്ന് നമ്മളെ ഭരിക്കുന്ന ഓരോരു വ്യക്തിക്കും രാജ്യത്തിന്റെ സേവനത്തിന്റെ മാർഗം ഉയർത്തിക്കാണിക്കാൻ
സമർപ്പണ ബോധം ഉള്ളവരാണെന്ന് സ്വന്തം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ചിന്ത ഉണ്ടാക്കാൻ ഈ സമന്വയമായ സ്വാതന്ത്ര്യ സമരത്തിന്റെയും രാമായണത്തിന്റെയും കൂട്ടായ്മയിലൂടെ പാഞ്ചജന്യം ഭാരതം ഈ രണ്ടിനെയും, രാമായണത്തിലെ ധാർമ്മിക പ്രചോദനത്തെയും സ്വാതന്ത്ര്യ സമരത്തിൽ ദേശസ്നേഹത്തെയും ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഈ ഉത്സവത്തിന്റെ, ഈ ആഘോഷത്തിന്റെ ഓർമ്മപ്പെടുത്തലിന്റെ ധർമ്മവും ദേശീയതയും കൈകോർക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഒരു സമൂഹം ശക്തിയും സമൃദ്ധിയും നേടുകയുള്ളൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും രാമായണ ആഘോഷത്തിന്റെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ശ്രീരാം, ജയ് ഹിന്ദ്. നമസ്കാരം. വളരെ നന്ദി സാർ. ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രവാഹം നിറയ്ക്കുന്ന വചനങ്ങൾ കേൾക്കാം. പാഞ്ചജന്യം ഭാരതത്തിൻ്റെ സ്പിരിച്വൽ അഡ്വൈസർ ഡോക്ടർ ENG നായർ സാറിൻ്റെ പാരായണം. ENG നായർ അവരുകളെ ഞാൻ വിനീതമായി, വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ധ്യായേദാജാനുവാകും ഹൃദശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീമദ് അധ്യാത്മരാമായണം യുദ്ധകാന്ഡം, ശ്രീരാമ രാജ്യാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നധമന്തം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നക്കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചുപോയി ചെന്നളകാപുരി ബുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനവാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവിദാശരഥിയുമിരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കൈകേയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളങ്കൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ ത്വന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവിൻ നിരജ്ഞൻ മന്ദഹാസപുരസ്സരം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിൽ അതിനൊരുക്കിയിടുകെല്ലാമെന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൻ
അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാനന്ദചേതസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്ത് സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ട് മാല്യാനുലേവാദ്യലങ്കാരങ്ങളാണ്ട് കൗതൂഹലം കൊണ്ടാനനാരതം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദാ. വാനര നാരീജനത്തിനും കൗസല്യ താൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതിതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലമ്മാർ നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും. ചാരുവൻ ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീശിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളുന്ന നേരത്ത് രാമമാരും ചെന്നു രമ്യഹർമ്മങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപൂരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ട് വന്ദിച്ചകമ്പുക്കു മാതാവു തൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും. പ്രീത്യാ ഭരതകുമാരനോടന്നേരമാസ്തയാ ചൊന്നാൻ അവിളംബിതം ഭവാൻ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിജയ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവർ ഓരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമാമാറു നീ കഴിച്ചിടണം. അംഗദനാദികളോടും യഥാവിധി 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുൽപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജവർണേന വായ്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരികെന്നയച്ചോരളവർ കൊണ്ടുവന്നിടിനാനങ്ങനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ മിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരു. പൊന്നിൻ കലശങ്ങൾ 1008 മഞ്ഞ അന്യൂന ശോഭം ജപിച്ചാർ മറകളും. നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീശിനാർ.
ശത്രുഘ്ന വീരൻ കുടപിടിച്ചിടിനാൻ, ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊഴുത്തയച്ചാൻ ദിവ്യഹാരം, മഹേന്ദ്രൻ മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം പുനർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവയക്ഷോപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദൂർവാദളശ്യാമള കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബരധര പരിശോഭിതം ഭൂധരം സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബാന്ധവ വംശസമുദ്ഭവം. രാവണനാശം രാമം ദയാപരം സേവകാഭീഷ്ടതം സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ടുമാദേവിയോടും വന്ന് ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ, ശ്യാമള കോമളരൂപായ തേ നമ, കുണ്ടലീനാഥ തൽപായ നമോ നമ, കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ, ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ, ആദിമധ്യാന്തഹീനായ നമോ നമ, ദേവസ്വരൂപായ രാമായ തേ നമ, വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ, വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമഃ. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാരതീയ ചിന്തയും സംസ്കാരവും പ്രകാശിപ്പിക്കുന്ന വാക്കുകളിലൂടെ നമ്മെ സഞ്ചരിപ്പിക്കാൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ശ്രീ വിദ്യാധരൻ മാസ്റ്റർ. സ്വാഗതം സാർ. നമസ്കാരം. ആദികാവ്യമായ രാമായണ കാവ്യം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചോളൂ, പക്ഷെ ഗാനം കൂടെ ശരിക്കും. അപ്പോൾ ഈ താളവും ശ്രുതിയും ഇല്ലാതെ ജീവിതമില്ല. അത് എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ്. അത് ഉണ്ടായിരിക്കണം മനുഷ്യരിൽ. അപ്പോൾ ഈ ആദികാവ്യം രാമായണം എന്ന് പറയുന്നത് ഉണ്ടാക്കിയ വാൽമീകി മഹർഷി ഒരു ഗായകനും കൂടിയാണ് ശരിക്കും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് രാമായണം നമുക്കൊക്കെ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ എല്ലാ ഭാഗങ്ങളിലും ഇത് വായിക്കുന്നു, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു, ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു പോരുക. ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തത എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തം ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ രാമായണ മാസം എന്ന് പറയുന്നത് കർക്കിടകത്തിൽ മാത്രമുള്ള കാര്യമാണെങ്കിലും നമ്മൾ എത്ര കാലമാണോ ജീവിതം ഉണ്ടാകുക അത്ര കാലം ഇതിനെ നമ്മൾ സ്മരിക്കുകയും ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ബുദ്ധി, വിവേകം, സംസ്കാരം, സ്നേഹം എന്ന് വേണ്ട എല്ലാ നന്മകളും ഉണ്ടാകണമെങ്കിൽ ഇത് നമ്മൾ ഫോളോ ചെയ്യണം. വർഷങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ച് ജനങ്ങൾക്കൊക്കെ ഈ രീതിയിലൊരു കാര്യം തോന്നി സ്നേഹിക്കാനും നമ്മൾ ഇവിടെ ഏതൊരാളല്ല മറ്റുള്ള എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണമെന്നും തോന്നിക്കുന്നതാണ് ശരിക്കും മനുഷ്യത്വം. നമ്മളൊക്കെ അങ്ങനെ വേണ്ടേ. അപ്പോൾ ആ രീതിയിലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാമായണം കർക്കിടക മാസം മാത്രമല്ല, ഹിന്ദുക്കളൊക്കെ ആൾക്കാരൊക്കെ ഇത് വർഷങ്ങളോളമായിട്ട് ആചരിച്ചു പോരുന്നു, വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ഇത് പറയുന്ന വിശേഷങ്ങൾ നമ്മൾ സ്വീകരിച്ച് ആ ജീവിതം അങ്ങനെ നയിക്കാൻ സാധിച്ചാൽ പുണ്യമായി, ജന്മങ്ങൾ പുണ്യമാകും. ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കണം. അത് തികച്ചും ഒരു മനഃപൂർവ്വമായിട്ട് നമ്മൾ പറയുന്നതല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ടാകേണ്ട കാര്യമാണ്. അപ്പോൾ രാമായണത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ലെങ്കിലും ഇതറിയുന്ന അനവധി ആൾക്കാരും ഇതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ജീവിക്കുന്നവരും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അനവധിയുണ്ട്, സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീരാമസ്വാമിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഭക്തി പുരസരം രാമ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ രാമ രാമ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് മായുന്നില്ല. ഒരിക്കലും ഒന്നും വരാതെ ഒരു ഭക്തി പൂർവ്വം നമ്മൾ എന്തെങ്കിലും ധ്യാനങ്ങൾ ചെയ്യുമ്പോൾ ഇത് വരാതിരിക്കില്ലല്ലോ. അപ്പോൾ രാമകഥ, രാമായണം ഒരു കാലത്തും ഇതില്ലാത്തതുമായിട്ടുള്ളൊരവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായി സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഒരു കർക്കിടകമാണല്ലോ, രാമായണ മാസമാണല്ലോ, ഒരു പാട്ട് എൻ്റെ സുഹൃത്തും നമ്മുടെ ആദരണീയനായ മാധവൻ നമ്പൂരി തിരുമേനി അത് എഴുതി കൊണ്ടുവന്നിരിക്കൊരു പാട്ട് രാമനെക്കുറിച്ച് അദ്ദേഹം 4 പേര് എഴുതി തന്നു. അപ്പം എനിക്ക് ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ടും അതിപ്പോൾ പാടാനുള്ള അസൗകര്യമുള്ളതുകൊണ്ടും ഞാനിപ്പോൾ തിരുമേനി എഴുതി കൊണ്ടുവന്നപ്പോൾ 10-12 വരി ഒരു പാട്ടുമാതിരി ഒരു രൂപപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചൊല്ലാം, പാടാം. ശുദ്ധധന്യാസി എന്ന് പറയുന്ന രാഗത്തിലാണ് ഇപ്പോൾ ഞാനിത് ഇണക്കിയിട്ടുള്ളത്. തമസാ നദിയുടെ പുളിനത്തിൽ പണ്ടൊരു കിളിയുടെ ശോകം കവിമൊഴിയായി. തമസാ നദിയുടെ പുളിനത്തിൽ പണ്ടൊരു കിളിയുടെ ശോകം കവിമൊഴിയായി. ആദിമവേദത്തിൻ സാമസ്വരങ്ങളായി രാമകഥാഗാനമുണർന്നു രാമായണമായി ഒഴുകി. തമസാ നദിയുടെ പുളിനത്തിൽ പണ്ടൊരു കിളിയുടെ ശോകം കവിമൊഴിയായി. ശ്യാമവനാന്തര നികുഞ്ചങ്ങൾ പാടി മഴയും പുഴയും തിരയും പാടി. ശ്യാമവനാന്തര നികുഞ്ചങ്ങൾ പാടി മഴയും പുഴയും തിരയും പാടി. ശിലയൊരു സുന്ദരിയായി ഭുവനം രഘുരാമ രാമാലയമായി. ശിലയൊരു സുന്ദരിയായി ഭുവനം രഘുരാമ രാമാലയമായി. തമസാ നദിയുടെ പുളിനത്തിൽ പണ്ടൊരു കിളിയുടെ ശോകം കവിമൊഴിയായി. നീല സരോവര തീരങ്ങൾ കണ്ടു മിഴിയിൽ നിറയും അഴകുകൾ കണ്ടു. നീല സരോവര തീരങ്ങൾ കണ്ടു മിഴിയിൽ നിറയും അഴകുകൾ കണ്ടു. സീതാരാമാനുയാനം ഹൃദയം നിർമ്മല സ്നേഹലയമായി. സീതാ രാമാനുയാനം ഹൃദയം നിർമ്മല സ്നേഹാലയമായി. തമസാ നദിയുടെ പുളിനത്തിൽ പണ്ടൊരു കിളിയുടെ ശോകം കവിമൊഴിയായി.
ആദിമവേദത്തിൻ സാമസ്വരങ്ങളായി രാമകഥാഗാനമുണർന്നു രാമായണമായി ഒഴുകി തമസാ നദിയുടെ പുളിനത്തിൽ പണ്ടൊരു കിളിയുടെ ശോകം കവിമൊഴിയായി. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, നമ്മളൊക്കെ ആരും രാവണനോ ശൂർപ്പണഖയോ ഒന്നും ആകാതിരിക്കുക. നല്ല മനുഷ്യരായി നന്മയുള്ളവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവും. ആശംസക്കായി കേരളത്തിൻ്റെ അഭിമാനമായ നേതാവും സമൂഹത്തിൻ്റെ പ്രഗത്ഭനായ ശില്പിയും ആയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ ഞാൻ വിനയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സാറിൻ്റെ ആശംസകൾ കേൾക്കാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, പാഞ്ചജന്യം ഭാരതം എന്ന ദേശീയ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലൈവായി സംഘടിപ്പിക്കപ്പെടുന്ന ശ്രീരാമസാഗരം രാമായണ മാസാചരണ പരിപാടികളുടെ വിവരങ്ങൾ അറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. കർക്കിടക മാസം മുഴുവൻ രാമായണ പാരായണം, കഥാകഥനം, പ്രഭാഷണം, രാമായണ കഥയിലെ ആധികാരിച്ചുള്ള കൊണ്ടുള്ള വിവിധ കഥാവിഷ്കാരങ്ങളുടെ അവതരണം എന്നിവയൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. രാമായണം കുടുംബ സദസ്സുകളിലും ക്ഷേത്രങ്ങളിലും സാംസ്കാരിക വേദികളിലും പാരായണം ചെയ്യുകയും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. വ്യക്തികളിലും കുടുംബങ്ങളിലും സമാജത്തിലും ധർമ്മം പുലർത്തുവാൻ ഇത് വളരെ സഹായിക്കും. ഉച്ചനീചത്വവും ജാതി ചിന്തയും കൈവെടിഞ്ഞ് നാം എല്ലാവരും ഒന്നാണെന്ന സന്ദേശം ഇതിലൂടെ കൈവരിക്കും. നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്ത് ആചാര്യൻ്റെ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിനെ സർവ്വ ജനങ്ങളിലും എത്തിക്കുന്നതിനുള്ള പാഞ്ചജന്യത്തിൻ്റെ ഈ സദുദ്യത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായി ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. ഇനി ദേശഭക്തി ഗാനത്തിനായി വാദ്യകലയ്ക്കായി മിസ്റ്റർ റോഷൻ ഫ്രാൻസിസിനെ ഭോപ്പാലിൽ നിന്ന് നമുക്ക് സസ്നേഹം വിളിക്കാം. ദേശസ്നേഹത്തിൻ്റെയും സംഗീത സ്വരങ്ങൾ നിറയ്ക്കാൻ ഫ്രാൻസിസ് ദേശഭക്തി ഗാനം അവതരിപ്പിക്കുന്നു.
നമ്മളിപ്പോൾ കേട്ടത് ദേശഭക്തി ഗാനം. അതിപ്പോൾ നൃത്യത്തിലൂടെ ആയാലോ? ദേശസ്നേഹത്തിൻ്റെയും നിറങ്ങൾ നിറഞ്ഞ നൃത്താവിഷ്കാരം ഭോപ്പാലിലെ കുമാരി CS ഗൗരി നന്ദായും കുമാരി CS ദേവശ്രീയും അവതരിപ്പിക്കുന്നു. സ്വാഗതം. इतिहास का न्याय पैसे कलंक सुनाया गंगा जमुना मेरी आंखें मैं नए भारत का चला मैं कल भी था मैं आज नहीं मैं नर्मद का अंदाज नहीं सारी दुनिया का घर मुझ में इस मिट्टी का आदर मुझ में मैं देशभक्त भी कर रहा हूँ मैं नए भारत का चला मैं नए भारत का चला मैं बेटी की मुस्कान में मैं नारी के सूर में मैं बेटी की मुस्कान मैं नारी के सूर में विज्ञान में और किसान में हर वीर में और जवान में हूँ मैं सीमाओं का पहरा हूँ मैं नए भारत का चेहरा हूँ मैं नए भारत का चेहरा हूँ मैं नए भारत का चेहरा हूँ
ഭക്തിരസം നിറഞ്ഞ ശ്രീരാമകീർത്തനം തിരുവല്ലായിൽ നിന്നും ശ്രീമതി ദിവ്യ ശ്യാംലാൽ അവതരിപ്പിക്കുന്നു. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി കവിമുനിയോദിയോ വനമലർ കേട്ടുമോ കിളിമകൾ പാടിയോ നിലയതു ചൊല്ലിയോ സീതാകാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം ആകതാരിതിൽ നിർമാല്യ നിറവോടെ നിരുപമ പ്രഭയോടെ കാണാകണം ആകതാരിതിൽ ആമരകിരീടവും രജതരഥങ്ങളും ആഭരണു നൽകിയ ദശരഥനന്ദന രാമ രാമ യുഗസ്നേഹമന്ത്രവരമരുളൂ നീ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം
കേട്ടത് ഭക്തിരസം നിറഞ്ഞ രാമകീർത്തനമാണ്. നൃത്തത്തിലൂടെ ശ്രീരാമനോടുള്ള ഭക്തിയെ അവതരിപ്പിക്കാൻ ഞാൻ ഭോപ്പാലിലെ കുമാരി റിയ ഷാജനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് നയിക്കുന്നു. ശ്രീരാം 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 ശ്രീരാമചന്ദ്ര കൃപാലു ഭജോ മന ഹരണ ഭവഭയദാരുണം ശ്രീരാമചന്ദ്ര കൃപാലു ഭജോ മന ഹരണ ഇങ്ങനെ കല, സംഗീതം, ഭക്തി, ദേശസ്നേഹം എന്നിവയുടെ മനോഹര സമന്വയമായി ഇന്നത്തെ പാഞ്ചജന്യം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ 2025 സ്വാതന്ത്ര്യദിനം ആഘോഷം സമാപിക്കുന്നു. എല്ലാ കലാകാരന്മാർക്കും അതിഥികൾക്കും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ഭാരത് മാതാ കി ജയ്. രാമനാമം നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിട പറയുന്നു. നന്ദി, നമസ്കാരം.